ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിൽ കല്ലെറിയുന്ന കർമ്മം ചെയ്യണമെങ്കിൽ ചെറിയ കല്ലെടുത്ത് ചെറുതായിട്ട് എന്ന് പറയണ. അപ്പൊ ചില ആൾക്കാർ പറയും ഇബ്ലീസിനെ ഇങ്ങനെ എറിയുന്നത്. പാകിസ്ഥാനികളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഹജ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ജംറയ്ക്ക് അകത്ത് ചെരുപ്പ് കിടക്കുന്നുണ്ടാവും, വലിയ കല്ല് കിടക്കുന്നുണ്ടാവും, ബാഗ് കിടക്കുന്നുണ്ടാവും. ഈ പാകിസ്ഥാനിൽ പോയി അങ്ങനെ ചെയ്യുന്നത് അവർ പിന്നെ ബെഡാ ഷെയ്ത്താൻ എന്നാണ്. ബെഡാ ഷെയ്ത്താൻ അവസാനം മുഹാദ് ജംറയെ പോകുമ്പോൾ ബെഡാ ഷെയ്ത്താൻ അറിയുമ്പോൾ ആര് എഴുതി ഒന്നും ഷെയ്ത്താനല്ലേ അറിയുന്നത്. അതിനടുത്ത് ചെറിയ മക്കളെ കണ്ടിച്ചപ്പോ അതില്ലാതെ ഭാഗ്യം അത് അവരെ എടുത്തു അറിയും. ആ രൂപത്തിൽ സ്പിരിറ്റ് അവർക്കുണ്ടാവും. ഷെയ്ത്താനല്ലേ, ബെഡാ ഷെയ്ത്താൻ. വലിയ ജംറയ്ക്ക് ഇങ്ങനെ പറയും. എന്നിട്ട് ചെരുപ്പും ബാഗും എല്ലാം കൊടകളൊക്കെ വാരി എടുത്തെറിയുന്ന, മൊബൈൽ ഫോൺ വരെ എടുത്തെറിയുന്ന പലരും ഉണ്ടാവും. സ്പിരിറ്റ് ഉണ്ട്. അവരെന്താ വിചാരിക്കുന്നത്? ഇബ്ലീസിനെ എറിയുന്നല്ലേ. പിശാച് എത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാ പിശാച്. ഈ 30 ലക്ഷം ജനങ്ങളുടെ എറിയുള്ള വേണ്ടിട്ട് ആൾ അവിടെ നിൽക്കുകയാണോ? ചിന്തിക്കുന്നുണ്ടേ. അങ്ങനല്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മളെ എറിയുന്നത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, അല്ലാഹ് പറഞ്ഞു എറിയുക. അതുകൊണ്ട് നമ്മൾ എറിയുന്നു. പിശാചിനെ എറിയാണെങ്കിൽ നമുക്കറിയാലോ, നല്ല ആന് നമുക്ക് അറിയാൻ പറ്റും, അറിയാൻ സ്വഭാവം നമുക്കറിയാം. ഒരു പിശാച് ഇബ്ലീസ് മുമ്പിൽ നിന്ന് എറിഞ്ഞ് ഓട്ടിക്കാൻ നമുക്കറിയാം. അത് കാണിച്ചു തന്നു ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അറക്കാൻ പോയ സംഭവം നമുക്കറിയാലോ. ബലി കൊടുക്കാൻ വേണ്ടി സമയത്ത് ഇബ്ലീസ് ആട്ടി ഓടിച്ചു. അതിന്റെ പ്രതീകമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് അല്ലാഹ് പറഞ്ഞത് ചെയ്യാൻ കാലാകാലം അതൊരു പ്രതീകമാണ്. ഇബ്ലീസിനോടുള്ള വെറുപ്പ് അത് നമ്മൾ അറിയിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങൾ ആ വെറുപ്പ് അറിയിക്കുന്നത് അവനെ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ദേഷ്യവും ആ വൈകാരിക നിമിഷവും അല്ലാഹ് പറഞ്ഞു ചെറിയ കല്ലുകൊണ്ട് ചെറുതായിട്ട് അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞ് എറിയുക. അത്രയേ ഉള്ളൂ. അല്ലാഹ് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അല്ലാഹ് പറഞ്ഞ ചെറിയ കല്ലുകൊണ്ട് അല്ലാഹ് പറഞ്ഞു നമ്മൾ അനുസരിച്ചു. ആ മക്കയിലും മദീനയിലും ഹൈടെക് 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ട്. എന്നിട്ട് മുസ്തലിഫയിൽ നിരത്തുപോയി കിടക്കാൻ പറഞ്ഞില്ലേ? എന്താ കിടക്കുന്നേ? അല്ലാഹ് പറഞ്ഞു നമ്മൾ കിടന്നു. മക്കയിലെ 5 സ്റ്റാർ ഹോട്ടൽ താമസിക്കുന്ന നമ്മളാണ്. മിനയിൽ പോയിട്ട് നമ്മള് സുബ്ഹാനല്ലാഹ്, ആ മിനയിലൊക്കെ പോയൊക്കെ അറിയാം. അവിടുത്തെ ഈ ലക്ഷക്കണക്കിന് ജനങ്ങളിപ്പോ അവിടുത്തെ ബാത്റൂമിന്റെ അവസ്ഥ സുബ്ഹാനല്ലാഹ്. കാരണം ഉപയോഗിക്കുന്ന ഇത്ര 1-2 പേരല്ലോ, ലക്ഷക്കണക്കിന് ജനങ്ങൾ. 5-6 പേരൊക്കെ നമ്മുടെ ബാത്റൂമിന്റെ അവസ്ഥ ചിന്തിച്ചു. ലക്ഷങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും? തൊട്ടപ്പുറത്ത് 5 സ്റ്റാർ ഹോട്ടലും എല്ലാ സംവിധാനങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്ക സൗകര്യം ഉണ്ടെങ്കിലും മിനയിലേക്ക് പോയി കിടക്കുന്നത് നമ്മുടെ ആവശ്യമാണ്. ചെയ്തേ പറ്റൂ. അമ്മ പറഞ്ഞതാണ്, ആവശ്യക്കാരനല്ലേ. അപ്പൊ എന്തിനാണ് അവിടെ പോകുന്നത്? മിനയിൽ പോയി കിടക്കാൻ. ഇവിടെ നമ്മളെ കട്ടിലുണ്ട്, മെത്തമുണ്ട്. അവിടെ കൂടിയ കട്ടിലും വലിയ മെത്തയുള്ള കിടക്കാം. സുബ്ഹാനല്ലാഹ്. മിനയിൽ